ഇപ്പോൾ 5 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആ 5 പാഠം വീഡിയോ നിങ്ങൾ കാണണം. 5 പാഠത്തിന് വേണ്ടി ഞാൻ എക്സ്ട്രാ തയ്യാറാക്കിയ ആ ഭാഗവും നിങ്ങൾ കാണണം. അത് നന്നായി പഠിച്ചതിന് ശേഷം 6ാമത്തെ പാഠത്തിലേക്ക് ഇരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമാണ്. ഈ പാഠം വളരെ എളുപ്പമാണ്. ഞാൻ ഇതിൽ പറയുന്ന പോയിന്റുകളൊക്കെ വിശദീകരിച്ചു കേട്ടോടെ. ശരിയാണ്. നമുക്ക് വേഗത്തിൽ പോവാം. ഈ നമുക്ക് ഒന്ന് മനസ്സിലാക്കിയത് നമുക്ക് പോകാം. നമ്മൾ പോകും വരാനിരിക്കുന്ന കാലത്താണ് നെതഹബ് നമ്മളാണ്. ഇദ്ദേഹത്തൊക്കെ പറഞ്ഞ അവനും അവളും ഒക്കെയാണ്. ഇതുവരെ നീ എന്നൊരാൾ നമ്മുടെ സംസാരത്തിൽ നീ എന്നൊരാളോട് പറയാനുള്ള നമ്മൾ പഠിച്ചിട്ടില്ല. ഞാൻ എന്ന് പറയാനുണ്ടോ ഈ 5 പാഠങ്ങൾ പഠിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 5 പാഠങ്ങൾ പഠിച്ച് അവൻ ഒരു പുരുഷൻ, അവർ 2 പുരുഷന്മാർ, അവർ കുറെ പുരുഷന്മാർ, അവൾ ഒരു സ്ത്രീ, അവർ 2 സ്ത്രീകൾ, അവർ കുറെ സ്ത്രീ. അപ്പൊ മറ്റുള്ളവരെ പറ്റി പറയുന്ന രൂപങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നീ എന്ന് പറഞ്ഞിട്ട് ഒരാളോട് നേരിട്ട് സംസാരിക്കണം എന്ന് പഠിക്കാനും ഞാൻ എന്നൊരാൾ പറയുമ്പോൾ എന്ത് പറയണമെന്നും ഞങ്ങൾ എന്ന് പറയാൻ എന്ത് പറയണം എന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠം മുഴുവനായിട്ടുള്ളത്. നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, എന്റെ ശരിയാണ്. നമുക്ക് വേഗത്തിൽ പോവാം. നമുക്ക് പാഠത്തിൽ നിന്ന് വേഗം ശരിയാണ്. പാഠത്തിനിടയിൽ നല്ല വിശദീകരിച്ചാണ്. ഖാലിദ് ഒരുങ്ങി. ഇപ്പൊ ഖാലിദ് ഒരു മനുഷ്യനെ പറ്റിയ പറയും, ഒരാളെ പറ്റിയ പറയും. അപ്പൊ ഒരു പുരുഷൻ, അവരൊരു പുരുഷൻ, ഖാലിദ് പുരുഷനാണ്. അപ്പൊ അവര് പുറപ്പെടാൻ വേണ്ടി മദ്രസയിലേക്ക് ഖാലിദ് മദ്രസയിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങി. ഓക്കെ, അപ്പോൾ അവനെ വിളിച്ചു. ശരീഖുഹു, അവന്റെ ശരീഖ് ഹാമിദ്. ഇത് ഹാമിദ് നാദ, അവൻ വിളിച്ചു. അപ്പൊ ഒരാളാണ് ഹാമിദ് നാദാണ്. ഓക്കെ, അപ്പോൾ അവനെ ഹാമിദ് അവനെ വിളിച്ചു. അപ്പൊ ഹൽ തജീബു, നീ വരുന്നോ? മഴ എന്റെ കൂടെ നീ വരുന്നോ? എന്റെ കൂട്ടുകാരാ നീ വരുന്നോ? നീ കണ്ടോ, നീ വരുന്നു. തജീബു, നീ വരുന്നു. തജീബു, നീ വരുന്നു എന്നാണ്. ഈ ഹല്ല് കൂടുമ്പോ ചെയ്യുന്നോ എന്നർത്ഥം വരും. അപ്പൊ അൽ തജീബു, നീ വരുന്നോ, വരുമോ എന്നർത്ഥമാകും. അപ്പൊ തജീബു, നീ വരും. കണ്ടോ, വന്നു, യജീബു വരും. ഒരു പുരുഷനാണ്. ഓക്കെ, അപ്പൊ അവൻ പറഞ്ഞു, ഖാലിദ് പറഞ്ഞു, ഒരാൾ നേരത്തെ പറഞ്ഞ പാഠത്തിന്റെ സംഭവത്തിനൊക്കെ പറഞ്ഞു. ഖാലിദ് പറഞ്ഞു, ഞാൻ അതെ കുന്തു അൻതദിറുക. ഇവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അൻതദിറു, ഞാൻ പ്രതീക്ഷിക്കുകയായിരിക്കും. കുന്തു, ഞാൻ ആയിരുന്നു. അൻതദിറുക, നിന്നെ പ്രതീക്ഷിക്കുകയായിരുന്നു. ഇവിടെ ശ്രദ്ധിച്ചു. കുന്തു കാന, അവനായിരുന്നു. കാന, അവൻ 2 പുരുഷന്മാരെന്നൊക്കെ. കുന്തു, ഞാൻ ആയിരുന്നു. അൻതദിറുക, നിന്നെ പ്രതീക്ഷിക്കുന്നു ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ പ്രതീക്ഷിക്കുന്നു എന്താണ്? അൻതദിറു, ഞാൻ പ്രതീക്ഷിക്കുന്നു. കുന്തു, ആയിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു ആയിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പൊ അൻതദിറു, ഞാൻ. നേരത്തെ 5 വാർത്ത വെച്ച് അവൻ അവളാണ്. ഇവിടെ അൻതദിറു, ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കുന്തു, ആയിരുന്നു. ഭാവിയാണ്, കഴിഞ്ഞതാണ്. അൻതദിറു, പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അടുത്തതിലേക്ക് ഇങ്ങനെ പറയാം, നദ്ഹബു, നമുക്ക് പോവാം. ഇപ്പൊ 2 ആൾക്കാരുണ്ട്, 2 ചോദ്യം. ഇപ്പൊ നമ്മൾ എന്ന് പറയും. അതിനാണ് നദ്ഹബു, പോകും. നമുക്ക് വരാൻ പോകുന്ന സംഭവമല്ലേ. അപ്പൊ മുളാനിയാണ്. അവൻ നദ്ഹബു, അദ്ഹബു, ഞാൻ പോകും. നദ്ഹബു, നമുക്ക് പോകും, നമ്മൾ പോകും. അപ്പൊ ഇങ്ങനെ നമുക്ക് പോകാം എന്ന് മുഖം. ഓക്കെ, ശരിയാണ്. വേഗത്തിൽ ഇത് നമ്മള് വിരലുകളിലേക്ക് വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കിയോളൂ. ഇത് നമ്മൾ പറഞ്ഞ അവരെന്ന് പറയുന്നതിനാണ്. ഈ രണ്ടുള്ളതൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇതിലാണ് ഈ പറയുന്നത്. അദ്ഹബു, ഞാൻ പോകും. നദ്ഹബു, നമ്മൾ പോകും എന്നതുപോലെ തന്നെ കുന്തു, ഞാനായിരുന്നു. കുന്ന, നമ്മളായിരുന്നു. അത് കൂടുതൽ ബാക്കി പറഞ്ഞു വെക്കാം. അങ്ങനെ അവർ 2 പേരും പുറപ്പെട്ടു. കഴിഞ്ഞ 5 വാർത്ത പഠിച്ചാൽ അവർ 2 പേരും പുറപ്പെട്ടു. മദ്രസയിലേക്ക് അവർ 2 പേരും മദ്രസയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഖാലിദ് പറയാം, ഹൽ ഖറഅത, നീ വായിച്ചോ? ഹൽ എന്നത് ചെയ്തോ, ആക്കിയോ, ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി. ഖറഅത, വായിച്ചു. ചോ, വായിച്ചോ എന്നുള്ളത്. ഖറഅത, നീ വായിച്ചു എന്നാണ്. അല്ലെങ്കിൽ ചോ എന്ന ഖറഅത മാത്രം എടുക്കാം. ചു, വായിച്ചു, കഴിഞ്ഞ സംഭവം. അപ്പൊ നീ വായിച്ചു. ഖറഅത, നീ വായിച്ചു. ഇവിടെയാണ് ശ്രദ്ധിക്കുന്നത്. നീ മാതി ആണ്. ഇപ്പൊ അവൻ വായിച്ചു. അവൻ 2 പുരുഷന്മാർ വായിച്ചു. പുരുഷന്മാർ വായിച്ചു പറഞ്ഞു. അവൾ വായിച്ചു. അവർ 2 പേര് വായിച്ചു. അവർ കുറെ സ്ത്രീകൾ വായിച്ചു. വരെ പറഞ്ഞു.
വായിച്ചു. ഖറഅത നീ ഒരു പുരുഷൻ വായിച്ചു. ഹല്ല് കൂടുമ്പോ നീ ഒരു പുരുഷൻ വായിച്ചോ എന്ന്. ജരീദത്തുൽ യൗമി ദിനപത്രം ഖാലിദ് പറയാണ് നീ ദിനപത്രം വായിച്ചോ എന്ന്. ഹാലിദ് പറഞ്ഞു നഅം അതെ ഖറഅതു നേരത്തെ പറഞ്ഞു ഞാൻ ഫഅൽതു ഖറഅതു ഞാൻ വായിച്ചു. അത് വഹീനമായ യംശിയാനി അവർ രണ്ടുപേരും നടക്കുന്ന സമയത്ത് അതും ആദ്യം 5 പാഠമാണ്. യംശി അവരൊരു പുരുഷൻ നടക്കുന്നു. യംശിയാനി അവർ രണ്ടുപേരും നടക്കുന്നു. അപ്പൊ ഹീനമായ യംശിയാനി നടക്കുന്ന സമയത്ത് റഅയ അവർ രണ്ടുപേരും കണ്ടു. അതും അവരെ പറ്റി പറയണം. റഅ അവൻ കണ്ടു, റഅയ അവർ രണ്ട് പുരുഷന്മാർ കണ്ടു. ഖാലിദും ഹാമിദും കണ്ടു ആരെ? സ്വദീഖയും അവരുടെ രണ്ട് കൂട്ടുകാരെ. അവർ രണ്ടുപേരും നടക്കുന്ന സമയത്ത് അവർ രണ്ട് കൂട്ടുകാരെ അവർ കണ്ടു. ഓക്കെ. ഫസഅല അവർ രണ്ടുപേരും ചോദിച്ചു. ഇതൊക്കെ ആദ്യത്തെ സംഭവം തന്നെ. ഫസഅല അവർ രണ്ടുപേരും അവരെ പറ്റി പറയാണ്. ഈ പറഞ്ഞ പ്രോസസ്സിലല്ല. എന്താ ഹുമാ അവർ രണ്ടുപേരും ഹൽ ഖതബതുമാ നിങ്ങൾ രണ്ടുപേരും വായിച്ചോ. ചോ ഹല്ലുയ ചോ എന്ന് ചോദിക്കാൻ വേണ്ടി ഹല്ലുയാക്കി ഹല്ലുവല്ലാണ്ട് പറയാം. ഖതബതുമാ നിങ്ങൾ രണ്ടുപേരും വായിച്ചു എന്നാണ്. സോറി എഴുതി എന്നാണ്. ഖതബതുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതി. നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അവർ രണ്ട് പുരുഷന്മാരാണ് പറഞ്ഞത്. ഖതബ അവർ രണ്ട് പുരുഷന്മാർ പറഞ്ഞു. ആ റോ ഈ രണ്ട് റോൾ അവരുടെ രണ്ടുപേരിൽ നിന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടോ. ഈ രണ്ട് റോൾ കഴിഞ്ഞ് അവരൊരു പുരുഷൻ അവർ രണ്ട് പുരുഷന്മാർ അവർ കുറെ പുരുഷന്മാർ അവരുടെ സ്ത്രീ അവർ രണ്ട് സ്ത്രീകൾ അവർ കുറെ സ്ത്രീകൾ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു പുരുഷൻ കുന്ത കഥബുത്ത നീ ഒരു പുരുഷൻ എഴുതി. കഥബുത്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതി. ഇപ്പൊ അല്ലുകൊണ്ടോ അൽ കഥബുത്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതിയോ. അത് വാജിബാത്ത് മനസ്സിലിത്ത എന്ത് ഹോംവർക്കുകൾ രണ്ട് പുരുഷന്മാർ എഴുതിയോ. അപ്പൊ ഞാൻ എഴുതി. ഞാൻ അത് കഥബിന ഞങ്ങൾ എഴുതി. കഥബുത്തു ഞാൻ എഴുതി. കഥബിന ഞങ്ങൾ എഴുതി. കഥബിന ഞങ്ങൾ എന്ന് പറയാണ്. അപ്പൊ കഥബുത്തു കഥബിന കേട്ടോ. ഓക്കെ. ഇനി കാലത്ത് അവർ രണ്ടുപേരുടെ കൂടെ ഉണ്ടായിരുന്നു. കാലത്ത് കാല ഉണ്ടായി. കാലാവരണ്ടുപേരുണ്ടായി. കാല കുറെ പുരുഷന്മാരുണ്ടായി. കാലത്ത് അവൾ ഒരു പെണ്ണാണ്. മനസ്സിലായി. കാലത്ത് മണമാർ രണ്ടുപേരുടെയും കൂടെ ഉണ്ടായിരുന്നു. പെണ്ണായിരുന്നു. ആരാണ്? ഖാലിദിന്റെ പെങ്ങൾ ഖാലിദിന്റെ സഹോദരി അവരുടെ കൂടെ രണ്ടുപേരുടെയും കൂടെ ഉണ്ടായിരുന്നു. അല്ലെ? ഓക്കെ. വാജിബാത്തുൽ മൻസിലിയത്ത് ചോദിച്ചിരുന്നോ? വാജിബാത്തുൽ മൻസിലിയത്ത് പറഞ്ഞില്ല. ഹോംവർക്കുകൾ നടത്തണം. ഓക്കെ കുഴപ്പമില്ല. അപ്പൊ അവരുടെ കൂടെ രണ്ടുപേരെയും കൂടെ ഉണ്ടായിരുന്നു. ഖാലിദിന്റെ സഹോദരി ഉണ്ടായിരുന്നു. അവൻ ചോദിച്ചു അവളോട്. ഒരു പുരുഷനാണ്. ഖാലിദ് ചോദിച്ചു ഹൽ അഖദതി നീ എടുത്തോ. ഇവിടെ ഒരു പെണ്ണിനോട് ചോദിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞു എടുത്തോ അല്ല കേട്ടോ. തോ അഖദതി എടുത്തു. നീ എടുത്തു എന്ന് മാത്രം. അല്ല കൂട്ടാണോ നീ എടുത്തു എന്ന് കൂട്ടിയാൽ അഖദതി നീ എടുത്തു. നീ ഒരു പെണ്ണെടുത്തു. അപ്പൊ നീ ഒരു പുരുഷൻ എടുക്കുന്നതാണെങ്കിൽ അഖദത എന്നായിരുന്നു. നീ ഒരു സ്ത്രീ എടുത്തു. അഖദതുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എടുത്തു എന്ന്. അതുപോലെ പെണ്ണെടുത്ത് അഖദതി നീ എടുത്തു. ഞാൻ വിരല് വെച്ച് ശരിയായിരിക്കും നല്ലോണം പറഞ്ഞു കേട്ടോ. ഹകീബത്തക്കി നിന്റെ ബാഗ് കാലത്ത് അവൾ പറഞ്ഞു. അത് അവർ ആ പെണ്ണിനെ പറ്റി പറയണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാലം കാലത്ത് എന്നാണ്. ഓക്കെ. നിങ്ങൾ മനസ്സിലാവാൻ റിപ്പീറ്റ് കേൾക്കണേ. ഓക്കെ. അതെ ഞാൻ എടുത്തു. അവിടെ പെണ്ണായാലും ആണായാലും ഞാൻ എന്നത് കതബുത്തു അഖദതു ഫഅൽതു ജലസ്തു ഞാൻ ചെയ്തു എന്ന് പറയും. അഖദതു ഞാൻ എടുത്തു. ആ ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഉൽബത്തുൽ ഹംസത്തിൽ പേരിലെ പുതിയ ജിയോമെട്രിക് ബോക്സ് പുതിയ ജിയോമെട്രിക് ബോക്സ് പുതിയ ജിയോമെട്രിക് ബോക്സ്. ഓക്കെ. ഇസ്തറൈതു ഞാൻ വാങ്ങിട്ടോ. കതബതു ഫഅൽതു ഇസ്തറൈതു ഞാൻ വാങ്ങി. അത് അംസി ഇന്നലെ ഞാൻ ഇന്നലെ അത് വാങ്ങി. ഖാലിദ് പറഞ്ഞു ഞങ്ങൾ പോയിരുന്നു. ഞാൻ പോയി. ഞങ്ങൾ പോയി. ഞങ്ങൾ പോയി. അംസി ഇന്നലെ ഇത് സൂഖ് അങ്ങാടിയിലേക്ക് ഞങ്ങളുടെ വാപ്പാന്റെ കൂടെ ഡ്രസ്സുകൾ പലതരക്കും ഡ്രസ്സുകൾ പലതരക്കും വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പോയിരുന്നു. അവർ എത്തിച്ചേർന്നു. ആദ്യം പറഞ്ഞ ഭാഗത്തുള്ള വസല അവരെത്തി. രണ്ട് പുരുഷന്മാരെത്തി. വസലു അവർ കുറെ പുരുഷന്മാരെത്തി. അത് പെണ്ണുണ്ടെങ്കിലൊക്കെ എന്താ പറയുക? വസലു അവരെത്തിച്ചേർന്നു. മദ്രസയിലേക്ക് ഉസ്താദ് ഒരു പുരുഷൻ ഉസ്താദിനെ പറ്റി പറയണം. അപ്പൊ ആദ്യത്തെ സംഭവം നേരത്തെ മുമ്പ് പഠിച്ച് ഉസ്താദ്
ഉസ്താദ് സൊഫി ക്ലാസ്സിലേക്ക് എന്നിട്ടോ സലാം പറഞ്ഞതിന് ശേഷം സഅല ഉസ്താദ് ചോദിച്ചു. സഅല അവൻ ചോദിച്ചു അല്ലെ, ഒരു പുരുഷനല്ല, സഅല അവൻ ചോദിച്ചു, ഉസ്താദ് ചോദിച്ചു. ലില്ലൗലാദി ആരോട്? കുട്ടികളോട് എന്താ ചോദിച്ചു? അൽ കതബത്തും നിങ്ങൾ എഴുതിയോ? അൽ കതബത്തും നിങ്ങൾ എഴുതിയോ? കണ്ടോ, നേരത്തെ കതബത്തുമാ എന്ന് നേരത്തെ കഴിഞ്ഞിരുന്നു. കുറച്ച് പേരോട് അൽ കതബത്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതിയോ എന്ന് ചോദിക്കുന്നത് ഓർമ്മല്ലേ? അപ്പോ അൽ കതബത്തുമാ നിങ്ങൾ രണ്ടുപേരും എഴുതിയോ എന്ന് ചോദിക്കുന്നത് ഒരു സ്ഥലത്ത്. അപ്പൊ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതി, കതബത്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതി, കതബത്ത നീ ഒരു പുരുഷൻ എഴുതി, കതബത്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതി. കതബത്തും നിങ്ങൾ കുറെ പുരുഷന്മാരെ, നിങ്ങൾ കുറെ കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ എന്ത് കതബത്തും നിങ്ങൾ എഴുതിയോ? അല്ല കുടുംബം ഓ ചെയ്തോ എന്ന് ചോദിക്കുമ്പോ കതബത്തും നിങ്ങൾ എഴുതി, കതബത്തും നിങ്ങൾ എഴുതിയോ? അൽ വാജിബാത്ത് മനസ്സിലായ ഹോംവർക്കുകൾ നിങ്ങൾ ഹോംവർക്കുകൾ എഴുതിയിട്ടുണ്ടോ? അവർ പറഞ്ഞു അജാബ അവരെ കുറിച്ച് പറഞ്ഞു, അജാബ അവരെ കുറിച്ച് അജാബു അവരെല്ലാവരും കൂടി പറഞ്ഞു എന്ത്? അത് കതബിന എന്ന് പറഞ്ഞു. ഞങ്ങൾ എഴുതി. രണ്ട് പുരുഷന്മാരായപ്പോ നേരത്തെയും പറഞ്ഞു, പറഞ്ഞു ഞങ്ങൾ എഴുതി എന്നതുപോലെ തന്നെ ഇവിടെ പറയുന്നു കതബിന ഞങ്ങൾ എഴുതി. കുറെ കുട്ടികളുണ്ട്, അപ്പോൾ കതബിന ആണായാലും പെണ്ണായാലും ഞങ്ങൾ എന്ന് പറയാൻ ഈ ഫോമാണ് വാതിൽ ഉപയോഗിച്ചത്. കതബിന ഞങ്ങൾ എഴുതി. സുമ്മസേന പിന്നെ ചോദിച്ചു പെൺകുട്ടികളോട്, വിദ്യാർത്ഥിനികളോട് ഹൽ ഖറഅതുന്ന. അപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും പോലില്ല. ഖറഅതി നീ ഓതി, ഖറഅതുമ അതായത് ഇപ്പൊ അവൻ അവൾ എന്നത് കഴിഞ്ഞു. അവരെ പറ്റി പറയുന്ന ഈ രണ്ടുപേരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ടുപേരും ഒപ്പം പറഞ്ഞുകൊടുക്കുന്നത് കതബത്ത നീ ഒരു പുരുഷൻ എഴുതി, കതബത്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാരെ എഴുതി, കതബത്ത് നിങ്ങൾ കുറെ പുരുഷന്മാരെ എഴുതി, കതബത്തി നീ ഒരു സ്ത്രീ എഴുതി, കതബത്തി, കതബത്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതി, കതബത്തുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ എഴുതി. ഇതുപോലെ തന്നെ ഖറഅത നീ ഒരു സ്ത്രീ, നീ ഒരു പുരുഷൻ വായിച്ചു, ഖറഅതുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ വായിച്ചു, ഖറഅതു നിങ്ങൾ കുറെ പുരുഷന്മാർ വായിച്ചു, ഖറഅതി നീ ഒരു സ്ത്രീ വായിച്ചു, ഖറഅതുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ വായിച്ചു, ഖറഅതുന്ന നിങ്ങൾ പല സ്ത്രീകൾ വായിച്ചു. ഹൽ ഖറഅതുന്ന നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അദ്ദർസ ദുറൂസ പാഠങ്ങൾ അംസി ഇന്നലെ. ഫഖുൽന അവർ പറഞ്ഞു, ഖാല ഖാലു ഖാലത്ത് ഖാലത ഖുൽന അവർ പറഞ്ഞു, കുറെ സ്ത്രീകൾ പറഞ്ഞു. നഅം അതെ, ഖറഅന ഞങ്ങൾ, ഖറഅന കതബന ഞങ്ങൾ എഴുതി, ഖറഅന ഞങ്ങൾ വായിച്ചു, ജലസ്ന ഞങ്ങൾ ഇരുന്നു, ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചു. നാനാ വാതിൽ കൂടിയാൽ നാനാ അവസാനം കൂടിയാൽ ഞങ്ങൾ എന്നുള്ള അർത്ഥം വരും. തു 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 എന്നത് കൂടിയാൽ, തു എന്ന് വാതിലിന്റെ അവസാനം കൂടിയാൽ ഞാൻ എന്ന അർത്ഥം വരും. നല്ല മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക. തു എന്ന് വാതിലിന്റെ കൂടെ ഞാൻ എന്നും, ഞാൻ എന്ന വാതിലിന്റെ കൂടെ ഞങ്ങൾ എന്നും അർത്ഥം വരും. فقال الاستاذ പറഞ്ഞു يا لبيبه لبيبه لما تجلسين يجلس يجلسان يجلسون تجلس تجلسان تجلس تجلسان تجلسون تجلسين നീ ഒരു സ്ത്രീ ഇരിക്കും, ഇരിക്കുന്നു, നീ ഒരു സ്ത്രീ ഇരിക്കും. യജ്ലിസു യജ്ലിസാൻ യജ്ലിസുന തജ്ലിസു തജ്ലിസാൻ യജ്ലിസുന ഇതിൽ അവരൊരു പുരുഷൻ, അവരുടെ പുരുഷൻ, അവർ കുറെ പുരുഷന്മാർ, അവളൊരു സ്ത്രീ, അവളുടെ സ്ത്രീകൾ, അവർ കുറെ സ്ത്രീകൾ പറഞ്ഞു. നമ്മൾ മുന്നേ 5 പാഠത്തിലൂടെ കഴിഞ്ഞതാണ്. ഇവിടെ പിന്നെ നീ ഒരു പുരുഷൻ, തജ്ലിസു ഇരിക്കും, ഇരിക്കുന്നു, തജ്ലിസാൻ നിങ്ങൾ രണ്ട് പുരുഷന്മാർ, തജ്ലിസു നിങ്ങൾ കുറെ പുരുഷന്മാർ, തജ്ലിസീന നീ ഒരു സ്ത്രീ ഇരിക്കുന്നു, തജ്ലിസീന നീ ഒരു സ്ത്രീ ഇരിക്കുന്നു, ലിമ തജ്ലിസീന നീ ഒരു സ്ത്രീ ഇരിക്കുന്നത് എന്താണ്? ഹസീനത്ത് ദുഃഖിച്ചിരിക്കുന്നത് എന്താണ്? ഓക്കെ ഓക്കെ. അപ്പൊ കാലത്ത്, അപ്പൊ അവൾ പറഞ്ഞു, എനിക്ക് വേദനിക്കുന്നു, തലവേദന കാരണം, തലവേദന കാരണം എനിക്ക് ഭയങ്കര വേദന ചെയ്യുന്നു. നീ വിശ്രമിച്ചോളൂ. അപ്പോഴാണ് ഈ സലീമും സഫീറും വരുന്നത്. സഫീ ക്ലാസ്സിലേക്ക് വന്നു. ഉസ്താദ് ഒരു പുരുഷനായതുകൊണ്ട് രണ്ടുപേരും പറയൂട്ടോ. അതൊക്കെ ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കണേ. ഞാൻ വലുതാണ് രണ്ട് വിദ്യാർത്ഥികളെ രണ്ടാൾക്കാരാണ് വലുതാരി വിളിച്ചത്. പിന്നെ തഖ്ദുമാനി നിങ്ങൾ രണ്ടുപേരും എവിടെ നിന്നാണ് വരുന്നത്? തഖ്ദുമാനി നിങ്ങൾ രണ്ടുപേരും മുന്നിട്ട് വരുന്നു. അപ്പോ യഖ്ദുമു അവരെ കുറിച്ച് യഖ്ദുമാനി യഖ്ദുമുന തഖ്ദുമു തഖ്ദുമാനി യഖ്ദുമുന തഖ്ദുമു തഖ്ദുമാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ മുന്നിട്ട് വരുന്നത്. തഖ്ദുമാനി 3 സ്ഥലത്ത് വരുന്നുണ്ട്.
തഖുദുമാനി നിങ്ങൾ രണ്ടുപേരും വരുന്നത് മുന്നിട്ട് വരുന്നത് എവിടെ നിന്നാണ് എന്നാണ്. ഫഖാല അവർ രണ്ടുപേരും പറഞ്ഞു നഖുദുമു ഞങ്ങൾ വരുന്നു. നഖുദുമു ന എന്ന് തുടങ്ങിക്കൊണ്ട് മുദാരി പറയുമ്പോൾ അതെന്താണ് ഞങ്ങൾ എന്നർത്ഥമാണ്. ന എന്ന് തുടങ്ങിക്കൊണ്ട് മുദാരി പറയുകയാണെങ്കിൽ ഞങ്ങൾ, ആ എന്ന് തുടങ്ങിക്കൊണ്ട് മുദാരി പറയുകയാണെങ്കിൽ ഞാൻ എന്നാണ് അർത്ഥം വരിക. ഓക്കെ, ഈ ഫോമുകളൊക്കെ പഠിച്ചോക്കണേ. മിൻ മക്തബത്തിൽ മദ്രസത്തി മദ്രസയുടെ ഓഫീസിൽ നിന്ന് അല്ലെ സ്കൂളിന്റെ ഓഫീസിൽ നിന്ന് സ്കൂൾ ഓഫീസിൽ നിന്നൊക്കെ പറയാം. ഞങ്ങൾ പോയിരുന്നു ഞങ്ങൾ പോയി കഥബിന ഞങ്ങൾ ഇരുന്നു എന്നതുപോലെ ഞങ്ങൾ പോയിരുന്നു കാണാൻ വേണ്ടി നാദിരിൽ മദ്രസത്തി മദ്രസയുടെ സ്കൂൾ അധ്യാപകരെ. അപ്പൊ ഉസ്താദ് വിദ്യാർത്ഥികളോട് പറഞ്ഞു അൽ ആന ഇപ്പോൾ ആനല്ലോ ഇപ്പോൾ ഓ വിദ്യാർത്ഥികളെ ആൺകുട്ടികളോട് പറയട്ടോ അൻതും തഖറഊന നിങ്ങൾ വായിക്കുക. അവരെന്നുള്ള ആണ് പറഞ്ഞു തഖറഊ നീ ഒരു വൃക്ഷം വായിക്കുക, തഖറാനി നിങ്ങൾ രണ്ട് വൃക്ഷം വായിക്കുക, തഖറഊന നിങ്ങൾ കുറെ വൃക്ഷന്മാർ വായിക്കുക. വിദ്യാർത്ഥികളോട് ആൺകുട്ടികളോടാണ് പറയാം തഖറഊന നിങ്ങൾ വായിക്കണം, അത് വായിക്കണം. വരാൻ കേട്ടോ. അഞ്ചാമത്തെ വ്യത്യാസം നോക്കിയ പെൺകുട്ടികളോട് പറയുന്നു അൻതുന്ന നിങ്ങൾ തഖ്തുബിന പറഞ്ഞു കഴിഞ്ഞ മുമ്പ് തക്തുബു ഈ വൃക്ഷം എഴുതണം. തക്തുബാൻ നിങ്ങൾ രണ്ട് വൃക്ഷമാർ, തക്തുബൂന നിങ്ങൾ കുറെ വൃക്ഷമാർ. തക്തുബൂന അല്ലല്ല പിന്നെ പുരുഷന്മാരാണല്ലോ പറയുന്നത്, പെൺകുട്ടികളാണല്ലോ. തക്തുബീന നീ ഒരു സ്ത്രീ, തക്തുബാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ, തക്തുബിന നിങ്ങൾ എല്ലാ സ്ത്രീകളും കൂടി എഴുതണം. ആ പാഠത്തിൽ നിന്ന് ചില ചോദ്യങ്ങൾ. പിന്നെ നമുക്ക് പഠിക്കാം, നാം പഠിക്കും നമുക്ക് പഠിക്കാം. പിന്നെ നാം പഠിക്കും, നമ്മൾ പഠിക്കും. ദർശനത്തിന്റെ പുതിയ പാഠം ഞാൻ പഠിക്കും, നമ്മൾ പഠിക്കും. പുതിയ പാഠം ഇത്രയുമാണ് ഇതിന്റെ അർത്ഥം നന്നായി പഠിക്കുക. ഇതിന്റെ ആശയങ്ങൾ ഞാൻ പറഞ്ഞത് പിന്നെ റിപ്പീറ്റ് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തത് ഇതിന്റെ മൊത്തം ഒരു വിശദീകരണം പറയുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്.